Hi, I'm Naufal Paravakal from Impo English. Welcome to another new video. നമുക്കൊരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തന്നാൽ നമ്മൾ എന്താ പറയുക, താങ്ക് യു എന്ന് പറയും, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് എന്ന് പറയും അല്ലേ. അത് എത്ര വലിയൊരു ഹെൽപ്പാണെങ്കിലും അധികം ആളുകളും ഈ രണ്ട് കാര്യത്തിൽ ഒതുക്കും. Today we are gonna discuss different ways to say thank you or thank you so much. നമുക്ക് താങ്ക് യു എന്നുള്ളതും താങ്ക് യു സോ മച്ച് എന്നുള്ളതും ഡിഫറെൻറ്റ് രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് എങ്ങനെ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. അതിൽ ഫസ്റ്റ് വൺ, താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. നമ്മളൊരു ഫ്രണ്ട് കുറേ നേരം സംസാരിച്ചു, അങ്ങനെ നമ്മൾ ഹാപ്പിയായി, അങ്ങനെ അവൻ പോകാൻ നേരത്തെ നമുക്ക് എന്ത് പറയാം, താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. കാരണം അവർ ആ സ്പെൻഡ് ചെയ്ത ആ ടൈമിന്, നമ്മളോട് കൂടെ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമിന് നമ്മൾ താങ്ക് യു എന്ന് പറയാണ്, അതിന് നന്ദി പറയാണ്. ഇപ്പോൾ നിങ്ങൾ ടീച്ചർ നിങ്ങളെ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. നമുക്കൊരു നോളജ് നമുക്ക് പറഞ്ഞു തന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയുകയാണ്. എന്ത്, താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഐ ആം സോ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഡിഡ്. ഐ ആം സോ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഡിഡ്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ടയർ പഞ്ചറായി, നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നു, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം അയാളോടും, ഐ ആം സോ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഡിഡ്. നിങ്ങൾ ചെയ്തെന്ന കാര്യത്തിൽ ഞാൻ നന്ദി പറയുന്നു, അതാണ് പറയുന്നത്. ഐ ആം സോ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഡിഡ്, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, താങ്ക് യു ഫോർ തിങ്കിങ് ഓഫ് മീ. താങ്ക് യു ഫോർ തിങ്കിങ് ഓഫ് മീ. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ എബ്രോഡിൽ പോകുക എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് നിങ്ങൾക്ക് വിളിക്കുകയാണ്, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്, നല്ലോണം ശ്രദ്ധിക്കണം, നിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ഇപ്പോഴാണ്, അപ്പോൾ നീ അതിൻ്റെ മുന്നേ തന്നെ അവിടെ എത്തണം, അങ്ങനെ പല കാര്യങ്ങളും, പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ശ്രദ്ധിക്കണം, എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിൽ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ്, താങ്ക് യു ഫോർ തിങ്കിങ് ഓഫ് മീ. താങ്ക് യു ഫോർ തിങ്കിങ് ഓഫ് മീ. എന്നെക്കുറിച്ച് ചിന്തിച്ചതിന് നന്ദി പറയാണ്, താങ്ക് യു ഫോർ തിങ്കിങ് ഓഫ് മീ. ഓക്കെ, ഇനി ഐ ക്യാൻ താങ്ക് യു ഇനഫ്. ഐ ക്യാൻ താങ്ക് യു ഇനഫ്. ഇത് നമ്മൾ എക്സ്ട്രീംലി ആയിട്ട് താങ്ക് യു എന്ന് പറയാം കേട്ടോ. അത്രയും നമ്മളെ ലൈഫ് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജോബ് നമുക്ക് വേണ്ടി ഒരാൾ അറേഞ്ച് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ പറയുന്നതാണ് എന്ത്, ഐ ക്യാൻ താങ്ക് യു ഇനഫ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമ്മളെ രക്ഷിച്ചു, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഐ ക്യാൻ താങ്ക് യു ഇനഫ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല എന്ന് പറയില്ല, അതാണ് എന്ത്, ഐ ക്യാൻ താങ്ക് യു ഇനഫ്. ഓക്കെ, ഇനി ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറയാം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്തെന്നാൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറയാം. പിന്നെ താങ്ക്സ് എ മില്യൺ. താങ്ക്സ് എ മില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ആയിരം നന്ദി എന്നൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് നന്ദി എന്ന്, അതിനാണ് താങ്ക്സ് എ മില്യൺ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യത്തിന് മാത്രം താങ്ക് യു പറയണമെന്നെങ്കിൽ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളോട്, എന്നെ വാച്ച് ചെയ്തതിന് താങ്ക് യു എന്നുള്ളതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ലിസൺ ചെയ്തതിന് താങ്ക് യു ഫോർ ലിസണിങ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് താങ്ക് യു എന്ന് എങ്ങനെ പറയാം, താങ്ക് യു ഫോർ കമ്മിങ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഒരുപാട് വേയ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട് താങ്ക് യുനും താങ്ക് യു സോ മച്ചിനൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഇംഗ്ലീഷ് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷ് ഒന്നും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.